Welcome to Stussy TV, friends. CAB എക്സാമിലെ പേപ്പർ 1 ABM അതിൽ ക്രെഡിറ്റ് മാനേജ്മെന്റ് ടോപ്പിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ MCQs പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ അങ്ങനത്തെ ചില ടോപ്പിക് ബേസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രെഡിറ്റ്, ടൈപ്സ് ഓഫ് ക്രെഡിറ്റ്, ഫണ്ട് ബേസ്ഡ് ക്രെഡിറ്റ്. അപ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കാം. നമസ്കാരം. ബാങ്കിംഗ് ലോകത്ത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കൊടുക്കൽ വാങ്ങൽ മാത്രമല്ലാട്ടോ. അത് ശരിക്കും വിശ്വാസത്തിലും വളർച്ചയിലുമുള്ള ഒരു വലിയ നിക്ഷേപമാണ്. ഒരു ബാങ്കർ എന്ന നിലയിൽ ഈ ലോൺ കൊടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെ തത്വങ്ങളുണ്ട്, ഞങ്ങൾ എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോ നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നാലോ? നമ്മൾ ഇന്ന് 4 പ്രധാന കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായി, ക്രെഡിറ്റ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. പിന്നെ ലോൺ കൊടുക്കുമ്പോൾ ഞങ്ങൾ ബാങ്കർമാർ ശ്രദ്ധിക്കുന്ന 6 പ്രധാന നിയമങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് കാണാം. അത് കഴിഞ്ഞ് ഒരു ബാങ്കറുടെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണെന്നും അവസാനം ഒരു ബിസിനസിന്റെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള പ്രവർത്തന മൂലധനം അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോ ആദ്യം തന്നെ നമുക്ക് ക്രെഡിറ്റിനെക്കുറിച്ച് സംസാരിക്കാം. ശരിക്കും പറഞ്ഞാല് സമ്പദ്വ്യവസ്ഥയുടെ എഞ്ചിൻ തന്നെയാണിത്, അല്ലേ? നമ്മുടെയൊക്കെ ഓരോ ചെറിയ സ്വപ്നങ്ങൾ മുതൽ ഒരു രാജ്യത്തിന്റെ വലിയ വളർച്ച വരെ എല്ലാത്തിനും ഇന്ധനം കൊടുക്കുന്നത് ഈ ഒരു ശക്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്. ബാങ്ക് നിങ്ങൾക്ക് ഇന്ന് പണം തരുന്നു, നിങ്ങൾ അത് കുറച്ച് പലിശ കൂട്ടി നാളെ തിരിച്ചു തരും എന്നൊരു ഉറപ്പ്. ഇവിടെ ഞങ്ങളുടെ, അതായത് ബാങ്കിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു പാലം പോലെയാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ എല്ലാം നിക്ഷേപങ്ങൾ ഒരു വശത്ത് ശേഖരിച്ച് മറുവശത്ത് പണം ആവശ്യമുള്ള ബിസിനസ്സുകാർക്കും സാധാരണക്കാർക്കും അത് എത്തിക്കുന്നു. അപ്പോ ഈ ക്രെഡിറ്റിന് 2 മുഖങ്ങളുണ്ട്. ഒരു വശത്ത് അത് നമ്മുടെയൊക്കെ വ്യക്തിപരമായ സ്വപ്നങ്ങൾ, അതായത് സ്വന്തമായൊരു വീട്, ഒരു കാറ്, അതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നു. ഇനി മറുവശത്ത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ മെഷീനുകൾ വാങ്ങാനും കമ്പനി വലുതാക്കാനും അതുവഴി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനുമൊക്കെയുള്ള ഒരു ഊർജമായി മാറുന്നതും ഈ ക്രെഡിറ്റ് തന്നെയാണ്. ഈ ക്രെഡിറ്റ് എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഇങ്ങനെ ചലിപ്പിക്കുന്നു എന്നറിയാമോ? ഒന്നാലോചിച്ചു നോക്കൂ. ബാങ്ക് ഒരാൾക്ക് ഒരു ലോൺ കൊടുക്കുന്നു. ആ പണം നേരെ മാർക്കറ്റിലേക്ക് എത്തുന്നു, അല്ലേ? പിന്നെ ആ പണം അവിടെ നിൽക്കില്ല. അത് പല പല കൈകളിലൂടെ ഇങ്ങനെ മറിഞ്ഞു പോകും. ഒരുപാട് ഇടപാടുകൾക്ക് അത് കാരണമാകും. അപ്പോൾ ഒരേ പണം തന്നെ പലതവണ ഉപയോഗിക്കപ്പെടുകയാണ്. ഇതിലൂടെ സാമ്പത്തിക ഇടപാടുകളുടെ വേഗതയും എണ്ണവുമെല്ലാം പല മടങ്ങായി വർദ്ധിക്കും. ഇതിനെയാണ് ഞങ്ങൾ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് വരാം. ഒരു ബാങ്കറുടെ തീരുമാനങ്ങളെ നയിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ. ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ലോൺ അപേക്ഷയും ഞങ്ങൾ വിലയിരുത്തുന്നത് ഈ പറയാൻ പോകുന്ന 6 നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഈ 6 തത്വങ്ങൾ സുരക്ഷ, ദ്രവത്വം, ഉദ്ദേശ്യം, വൈവിധ്യം, ലാഭക്ഷമത, പിന്നെ സെക്യൂരിറ്റി, ഇവയാണ് ഉത്തരവാദിത്വത്തോടെ ലോൺ കൊടുക്കുന്നതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇവ വെറും നിയമങ്ങളായി മാത്രം കാണരുത്, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ മൊത്തത്തിൽ സംരക്ഷിക്കുന്ന സുരക്ഷാ കവചങ്ങളായി തന്നെ കാണണം. ഞങ്ങളുടെ റൂൾ ബുക്കിലെ ഏറ്റവും ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം ഇതാണ്: സുരക്ഷ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഞങ്ങൾ ബാങ്കിലിരുന്ന് കൈകാര്യം ചെയ്യുന്നത് ബാങ്കിന്റെ സ്വന്തം പണമല്ല. അത് പൊതുജനങ്ങളുടെ, അതായത് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുടെയും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണമാണ്. അപ്പോ ആ നിക്ഷേപങ്ങൾ 100% സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്നത് പൊതുജനങ്ങളുടെ പണമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ പണം തിരിച്ച് അടയ്ക്കാൻ കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വസ്തരായ ആളുകളുടെ കയ്യിൽ തന്നെയാണ് എത്തുന്നതെന്ന് ഉറപ്പാക്കുക എന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഓരോ അപേക്ഷകന്റെയും സ്വഭാവം, അവരുടെ തിരിച്ചടവ് ശേഷി, അവർ തരുന്ന ഈട്, ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ടാണ് വിലയിരുത്തുന്നത്. രണ്ടാമത്തെ പ്രധാന തത്വമാണ് ദ്രവത്വം അല്ലെങ്കിൽ ലിക്വിഡിറ്റി. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ ബാങ്കിലിട്ട പണം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു ചോദിച്ചാൽ ഞങ്ങൾക്ക് തരാൻ കഴിയണം, അല്ലേ? അത് നടക്കണമെങ്കിൽ ഞങ്ങൾ കൊടുത്ത ലോണുകളുടെ മുതലും പലിശയും ഒക്കെ കൃത്യസമയത്ത് തിരിച്ചു കിട്ടണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നിങ്ങളെപ്പോലുള്ള നിക്ഷേപകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ബാങ്കിന് സാധിക്കുകയുള്ളൂ. ഇനി വരുന്ന 2 തത്വങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. 1 ഉദ്ദേശ്യം, 2 വൈവിധ്യം. അതായത് ഓരോ ലോണിനും വ്യക്തമായ നിയമപരമായ ഒരു ലക്ഷ്യം വേണം. എന്തിനാണ് ആ പണമെന്ന് കൃത്യമായി അറിയണം. അതോടൊപ്പം തന്നെ എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ വെക്കരുത് എന്ന് പറയുന്നതുപോലെ ഞങ്ങൾ ലോണുകൾ പല പല മേഖലകളിലായി വിഭജിച്ചു കൊടുക്കും. എന്തിനാണെന്നോ,
ഏതെങ്കിലും ഒരു മേഖലയിൽ പെട്ടെന്നൊരു പ്രശ്നമുണ്ടായാൽ പോലും അത് ബാങ്കിന്റെ മൊത്തത്തിലുള്ള സ്ഥിരതയെ ബാധിക്കരുത്. അതിനുവേണ്ടിയാണിത്. അവസാനത്തെ 2 തത്വങ്ങളാണ് ലാഭക്ഷമതയും സെക്യൂരിറ്റിയും. നോക്കൂ, ഏതൊരു സ്ഥാപനത്തെയും പോലെ നിലനിന്നു പോകാൻ ബാങ്കിനും ലാഭം വേണം. പക്ഷേ ആ ലാഭം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഒരുപക്ഷേ ലോൺ തിരിച്ചടവ് മുടങ്ങിയാലുണ്ടാകാവുന്ന നഷ്ടം നികത്താനാവശ്യമായ ഈട്, അതായത് സെക്യൂരിറ്റി, ഞങ്ങൾ ഉറപ്പുവരുത്തും. ഇത് ബാങ്കിന് ഒരു സുരക്ഷാ വലയം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ലോൺ കൊടുക്കുന്നതിന് പിന്നിലുള്ള തത്വങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായ കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഒരു ബാങ്കറുടെ കയ്യിലുള്ള ടൂൾസ്, പലതരത്തിലുള്ള ക്രെഡിറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്രെഡിറ്റ് സൗകര്യങ്ങളെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. 1 ഫണ്ട് ബേസ്ഡ്, 2 നോൺ ഫണ്ട് ബേസ്ഡ്. ഫണ്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നേരിട്ട് കാശ് കൊടുക്കുന്നവ. എന്നാൽ നോൺ ഫണ്ട് ബേസ്ഡിൽ ഞങ്ങൾ പണമല്ല കൊടുക്കുന്നത്, പകരം ഗ്യാരണ്ടികൾ പോലുള്ള ഉറപ്പുകളാണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫണ്ട് ബേസ്ഡ് സൗകര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഫണ്ട് ബേസ്ഡ് സൗകര്യങ്ങളെ ഒരു ടൂൾ കിറ്റ് പോലെ തന്നെ കണ്ടോളൂ. ഓരോ ടൂളിനും ഓരോ പ്രത്യേക ആവശ്യമുണ്ട്. ഉദാഹരണത്തിന്, ഒരു ബിസിനസിന്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നുപോകാൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് പ്രവർത്തന മൂലധനം. ഇനി വലിയ മെഷീനോ കെട്ടിടമോ ഒക്കെ വാങ്ങാനാണെങ്കിൽ ടേം ഫിനാൻസ്, വിദേശ രാജ്യങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യാനാണെങ്കിൽ ഫോറിൻ കറൻസി ലോണുകൾ. അങ്ങനെ പലതരം ടൂൾസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ടൂൾ കിറ്റിലെ വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ഒരു ബിസിനസിന്റെ ഹൃദയമിടിപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ദൈനംദിന കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരാതെ സ്മൂത്തായിട്ട് മുന്നോട്ടു പോകണമെങ്കിൽ ഈ രക്തയോട്ടം കൂടിയേ തീരൂ. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലറായ ഒരു ടൂളാണ് ക്യാഷ് ക്രെഡിറ്റ്. ഞങ്ങളിതിനെ ചുരുക്കി CC എന്ന് പറയും. ഇത് സാധാരണയായി 1 വർഷം വരെയുള്ള ഒരു ഷോർട്ട് ടേം ലോണാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അനുവദിച്ച ഒരു ലിമിറ്റിനുള്ളിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ പണം എടുക്കുകയും തിരിച്ചടയ്ക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ എത്ര രൂപയാണ് ഉപയോഗിച്ചത് അതിന് മാത്രം പലിശ കൊടുത്താൽ മതി. വളരെ ഫ്ലെക്സിബിളാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സൗകര്യമാണ് ഓവർഡ്രാഫ്റ്റ്. ഇത് നിങ്ങളുടെ കറന്റ് അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ പിൻവലിക്കാൻ നിങ്ങളെ സഹായിക്കും. അതായത് അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പണമെടുക്കാം, ഒരു നിശ്ചിത പരിധിവരെ. കയ്യിൽ പണത്തിന്റെ വരവും പോക്കും സ്ഥിരമല്ലാത്ത ചെറിയ ബിസിനസ്സുകാർക്ക് ഇത് വലിയൊരു സഹായമാണ്. CC പോലെ തന്നെ ഇവിടെയും നിങ്ങൾ എത്രയാണോ കൂടുതൽ എടുത്തത് ആ തുകയ്ക്ക് മാത്രം പലിശ നൽകിയാൽ മതി. അടുത്തതാണ് ബിൽ ഡിസ്കൗണ്ടിംഗ്. ഇതെന്താണെന്ന് വെച്ചാല്, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്ന് വെക്കുക. നിങ്ങളൊരാൾക്ക് സാധനം വിറ്റു, അയാൾ പണം തരാൻ 60 ദിവസം എടുക്കും. അപ്പോൾ അതുവരെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് ആ ബില്ല് ബാങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് മുൻകൂറായി പണം വാങ്ങാം. ഇതാണ് ബിൽ ഡിസ്കൗണ്ടിംഗ്. ഉപഭോക്താവ് 60 ദിവസം കഴിഞ്ഞ് പണം തരുമ്പോൾ ഈ ലോൺ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആകും. അതുകൊണ്ടാണിതിനെ സെൽഫ് ലിക്വിഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി കയറ്റുമതി ചെയ്യുന്നവർക്ക്, അതായത് എക്സ്പോർട്ടേഴ്സിന് മാത്രമായുള്ള ഒരു സ്പെഷ്യൽ സൗകര്യമുണ്ട്, പാക്കിംഗ് ക്രെഡിറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സാധനങ്ങൾ കയറ്റുമതിക്ക് വേണ്ടി പാക്ക് ചെയ്യുന്നതിന് മുൻപുള്ള കാര്യങ്ങൾക്ക്, അതായത് റോ മെറ്റീരിയൽസ് വാങ്ങാനും മറ്റും വേണ്ടിയുള്ള പണമാണിത്. ഇത് കിട്ടണമെങ്കിൽ കയ്യിൽ ഒരു കൺഫേംഡ് എക്സ്പോർട്ട് ഓർഡറോ അല്ലെങ്കിൽ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റോ വേണം. സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് പണം കിട്ടുമ്പോൾ ആ വരുമാനത്തിൽ നിന്ന് ഈ ലോൺ തിരിച്ചടയ്ക്കാം. ഇപ്പൊ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലോണും ടേം ലോണും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ, വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ബിസിനസിന്റെ ദിവസേനയുള്ള ഓട്ടത്തിനാണ്. അത് ഷോർട്ട് ടേം ആണ്, 1 വർഷം കഴിയുമ്പോൾ പുതുക്കാം. പക്ഷെ ടേം ലോൺ അങ്ങനെയല്ല. അത് വലിയ കാര്യങ്ങൾക്കാണ്. ഒരു ഫാക്ടറി പണിയുക, പുതിയ മെഷീനറി വാങ്ങുക. അപ്പോൾ അത് ലോങ് ടേം ആയിരിക്കും. അതിന് കൃത്യമായ ഒരു തിരിച്ചടവ് കാലാവധി ഉണ്ടാവും. അത് പുതുക്കാനും പറ്റില്ല.